പുസ്തകങ്ങൾ എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ് പ്രധാനമായി. പുതിയ നിയമം പ്രധാനമായി എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. അങ്ങനെ ഈ രണ്ട് ഭാഷകളിൽ ഈ രണ്ട് പുസ്തകങ്ങളും എഴുതിയെങ്കിലും BC 285 ഈജിപ്റ്റ് അലക്സാൻഡ്രിയയിൽ 70 യഹൂദ പണ്ഡിതന്മാർ ചേർന്ന് ഹീബ്രു ഭാഷയിലുള്ളതായ ആ ബൈബിൾ ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്തു. ഗ്രീക്ക് ഭാഷ ലോക സാഹിത്യത്തിന്റെ ഭാഷയായതുകൊണ്ട് ആ ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തു. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. എന്നാൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ എന്ന് യേശുക്രിസ്തു അരുളി ചെയ്തതുകൊണ്ട് എല്ലാ മനുഷ്യനും മനസ്സിലാകുന്നതിനു വേണ്ടി മറ്റ് ഭാഷകളിലേക്ക് ലത്തീൻ അതുപോലെ മറ്റ് ഭാഷകളിലേക്ക് ഇംഗ്ലീഷ് ഭാഷാന്തരം ചെയ്തുകൊണ്ടിരുന്നു, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. 2000-ലധികം ഭാഷകളിൽ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ഒരേ മെസ്സേജ് തന്നെ, ഒരേ വിഷയം തന്നെ പല ഭാഷാകാരന്മാർ ഭാഷാന്തരം ചെയ്യുമ്പോൾ മെസ്സേജ് ഒന്നു തന്നെയാണ്. എന്നാൽ രണ്ട് വ്യക്തികളുടെ ഭാഷാ രീതികളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അവിടെ നിലമ്പൂരിലുള്ള മുസ്ലിം സ്നേഹിതന്മാര് അവർ ചിലപ്പോൾ പറയും അതുതന്നെ ഇക്കാരം ഓല് അങ്ങോട്ട് കീഞ്ഞത് എന്ന് പറയും. അതായിരിക്കാം അവരങ്ങോട്ട് പോയെന്നാണ് ആശയം. പലർക്കും അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരേ ഭാഷ തന്നെയാണ്, മലയാളം തന്നെയാണ്. ഞാൻ മലപ്പുറംകാരനാണ്. അതുപോലെ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ ഇംഗ്ലീഷിന്റെ രണ്ട് വ്യത്യസ്തമായ ഭാഷാന്തരങ്ങൾ നിർവഹിക്കുമ്പോൾ വാക്കുകളിൽ വരുന്ന വ്യത്യാസമല്ലാതെ അതിന്റെ ആശയത്തിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 9 മുതൽ ഉള്ള ഭാഗങ്ങളിൽ ബ്രാക്കറ്റ് ഇട്ട് ചില ബൈബിളുകളിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ അടിക്കുറിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു ചില ഭാഷാന്തരങ്ങളിൽ ഇത് ഇല്ല, ചില കോപ്പികളിൽ സ്ക്രോൾസുകളിൽ ഇത് ഇല്ല. അതിന്റെ അർത്ഥം പുരാതന പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ കാണുന്നതായ ഇതുപോലെയുള്ള പുസ്തകങ്ങളായിരുന്നില്ല, സ്ക്രോൾസ് ആണ്, തോൽ ചുരുളുകളിലാണ് അത് എഴുതിയിരുന്നത്. അത് ചുരുളുകൾ ഇങ്ങനെ മടക്കി 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 ഇങ്ങനെ ഉരുട്ടി അത് റോളായിട്ട് വയ്ക്കും. വായിക്കുന്ന സമയത്ത് മേശപ്പുറത്ത് കൊണ്ട് ഇങ്ങനെ നിവർത്തി വയ്ക്കും. നിവർത്തി വെച്ചാണ് അവര് വളരെ ഭയഭക്തിയോടുകൂടെ വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നിരന്തരമായ ഉപയോഗം നിമിത്തമായി ഒരുപക്ഷെ അതിൽ ചില ചുരുളുകളിൽ മർക്കോസിന്റെ ഒരുപക്ഷെ കൈപിടിച്ച് ആ ചുരുളുകളിലെ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. അതുകൊണ്ട് ചില ചുരുളുകളിലില്ല. മറ്റ് ഞാൻ പറഞ്ഞല്ലോ ഖുംറാൻ ഗുഹകളിൽ നിന്ന് കണ്ടെടുത്തതായ ചുരുളുകളിൽ 14,000 കോപ്പികൾ ഇന്ന് ലോകത്തിലെ അനേകം മ്യൂസിയങ്ങളിലുണ്ട്. ചില ചുരുളുകളിലില്ല എന്ന് വളരെ ആധികാരികവും സത്യസന്ധവുമായി അവർ രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിലില്ലെങ്കിൽ മറ്റ് 100 കോപ്പികളിലുണ്ട് എന്നുള്ളതാണ് സത്യം. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ എന്റെ ഭാഗത്ത് കൂടി ഗണ്ണിച്ചിരിക്കുകയാണ് സഹോദരൻ, ബഹുമാനനായ പണ്ഡിതൻ. അതുകൊണ്ട് തന്നെ എന്താണ് ഞാൻ പറഞ്ഞത് എന്നൊന്നുകൂടി വിശദമാക്കാം. എന്താന്ന് വെച്ചാൽ, മോശെ പ്രവാചകന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടോ എന്നാണ്. ആ വേദഗ്രന്ഥം അതേപോലെ ഇന്ന് ലഭ്യമല്ല. മോശയ്ക്ക് ദൈവം അവതരിപ്പിച്ചിട്ടുണ്ടോ? അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അത് ലഭ്യമാണോ? ലഭ്യമല്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്റെ സ്വന്തം കൈകൾ കൊണ്ട് പുസ്തകം എഴുതിയുണ്ടാക്കിയ ആളുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയസ്തറൂ ബിഹി സമനൻ ഖലീലൻ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 79-ാമത്തെ വചനമാണ്. എന്താണെന്ന് വെച്ചാൽ സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും അത് ദൈവികമാണ് എന്ന് പറയുകയും ചെയ്തവർക്ക് നാശം. അവരത് ചെയ്തത് എന്താണ്? കേവലം ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, മോശെ പ്രവാചകന് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച തോറ പുസ്തകം മാനുഷികമായ കരവിരുതുകളിൽ നിന്ന് മുക്തമായി ഇന്ന് ലഭ്യമല്ല.
ഇതേപോലെ യേശു ക്രിസ്തുവിനെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച, യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷം, പുതിയ നിയമത്തിൽ ആകെ യേശുവിന്റെ വചനങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചാൽ ഒരു ഡെയിലി ന്യൂസ് പേപ്പർ ഒരു സൈഡിൽ എഴുതാനുള്ള അത്ര ഉണ്ടാവും. പരിശോധിച്ചു നോക്കുക. യേശുവിന്റെ എല്ലാ വചനങ്ങളും കൂടി ക്രോഡീകരിച്ചിട്ട് ഇങ്ങനെ എഴുതി വയ്യാൽ ഒരു ഡെയിലി ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ആ ന്യൂസ് പേപ്പറിൽ എഴുതാനുള്ളതുണ്ടാവുള്ളൂ. യേശു അത്രമാത്രം ലോകത്തോട് സംസാരിച്ചുള്ളൂ? തീർച്ചയായും അല്ല. യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷമുണ്ട്, അത് പൂർണ്ണമായി നമുക്ക് ലഭ്യമല്ല. അതാണ് പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന ഇഞ്ചീൽ. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇഞ്ചീൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഇഞ്ചീലിനാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് വേദഗ്രന്ഥം, അത് ദൈവത്തിന്റെ സുവിശേഷം. ആ ഇഞ്ചീൽ അതിൽ ഹുദയുണ്ട്, അതിൽ സന്മാർഗദർശനമുണ്ട്, അതിൽ പ്രകാശമുണ്ട് എന്നെല്ലാം പറയുന്നത്. ഇനി സുഹൃത്തുക്കളുടെ ഉയർത്തി കാണിച്ച തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും അപ്രമാദിത്വം എന്നുള്ള ദ ഇൻഫാലിബിലിറ്റി ഓഫ് തോറ ആൻഡ് ഗോസ്പൽസ് എന്ന പുസ്തകം, ഇസ്കന്ദർ ജദീദിന്റെ പുസ്തകം, അതിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയാൻ കാരണം. തൗറാത്ത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നതാണ് പഴയ നിയമം, അല്ലെങ്കിൽ ബൈബിളിലെ ആദ്യത്തെ പഞ്ചപുസ്തകങ്ങൾ. ഇഞ്ചീല് എന്ന് പരിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നതാണ് ഈ ഗ്രന്ഥം എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ക്രൈസ്തവ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്തരം ഗ്രന്ഥകാരന്മാർ എന്നുള്ളത് കൊണ്ടാണ് അത് തിരുത്താൻ സന്നദ്ധമായത്. പിന്നെ തിരുത്തലുകളെ പറ്റി ഇവിടെ കുമ്രാൻ ചുരുളുകളിൽ, ഡെഡ് സീ സ്ക്രോൾസിൽ സത്യത്തിൽ 14,000-ഓളം കയ്യെഴുത്ത് രേഖകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഡെഡ് സീ സ്ക്രോൾസിനെ കുറിച്ച് എൻസൈക്ലോപീഡിയകളിൽ വന്ന വിവരങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഒരു പഴയ ആകെ യെശയ്യാവിന്റെ പുസ്തകം ഒഴിച്ച് മറ്റൊരു പഴയ നിയമ ഗ്രന്ഥവും പൂർണ്ണമായില്ല. ഇതിൽ മറ്റൊരു പഴയ നിയമ ഗ്രന്ഥവും പൂർണ്ണമായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 14,000 സ്ക്രോൾസ് തന്നെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പുതിയ പുതിയ പഠനങ്ങൾ നടന്നു വരുന്നുള്ളൂ. അതൊരു വശം. മറ്റൊരു വശം, കയ്യെഴുത്ത് രേഖകളിൽ കടത്തിക്കൂട്ടിയ കാര്യം ഞാനിവിടെ പറഞ്ഞു, സുഹൃത്തും സൂചിപ്പിച്ചു. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 43-44 വചനങ്ങളില്ല. എന്താണ് കാരണം? ഇത് മാത്രമല്ല ഇല്ലാത്ത റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷനിൽ ഞാൻ പറഞ്ഞ 16-ാം അധ്യായത്തിലെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 9 മുതൽ 20 വരെയുള്ള വചനമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ 53 മുതൽ 8-ാം അധ്യായത്തിലെ 11 വരെയുള്ള വചനങ്ങളില്ല. ഫസ്റ്റ് എപ്പിസ്റ്റൽ ഓഫ് ജോണിലെ 5th ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ വേഴ്സില്ല, 7-ാമത്തെ വേഴ്സ്. ഇതൊന്നുമില്ല. ഇതെന്തുകൊണ്ടില്ല? അതിന് തെളിവ്, അത് എന്തുകൊണ്ടില്ല എന്ന് വിശദീകരണം റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ തന്നെ പറയുന്നുണ്ട്. എന്താണത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കയ്യെഴുത്ത് രേഖകളിൽ മനുഷ്യർ കടത്തിക്കൂട്ടുന്നത് തെറ്റാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനുള്ള തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്താണ് പറയുന്നത്? കിങ് ജെയിംസ് വേർഷന്റെ അടിസ്ഥാനത്തിൽ കിങ് ജെയിംസ് വേർഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, there was serious mistakes in the King James Version. കിങ് ജെയിംസ് വേർഷനിൽ വളരെ ഗുരുതരമായ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. പുതിയ ബൈബിൾ പ്രതികൾ ലഭിക്കുകയും പുരാതനമായ കയ്യെഴുത്ത് രേഖകൾ ലഭിക്കുകയും ചെയ്തപ്പോ these mistakes were too many and too serious എന്ന്, ഈ തെറ്റുകൾ, ഈ മിസ്റ്റേക്സ് വളരെ സീരിയസ് ആണ്, വളരെ അടിസ്ഥാനപരമാണ് എന്നുള്ള വസ്തുത ബൈബിൾ പണ്ഡിതന്മാർക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കിങ് ജെയിംസ് വേർഷൻ എന്ന അതിസുന്ദരമായ ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഈ ബൈബിൾ പരിഭാഷ നിലനിൽക്കുമ്പോൾ തന്നെ ബൈബിളിനൊരു റിവിഷനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ റിവൈസ് ചെയ്തിട്ട് ഇറക്കിയതാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ. അഥവാ പുരാതനമായ കയ്യെഴുത്ത് രേഖകളിൽ ഇല്ലാത്തതും കിങ് ജെയിംസ് വേർഷനിൽ ഉണ്ടായതും കടന്നുകൂടിയതുമായ വചനങ്ങളെ എടുത്തു കളഞ്ഞുകൊണ്ടാണ് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ പുരാതന കയ്യെഴുത്ത് രേഖകളിൽ ഇല്ലാത്ത മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 9 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പിന്നീട്, അഥവാ 4-5 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട കയ്യെഴുത്ത് രേഖകളിൽ കടന്നുകൂടി. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലേത് കടന്നുകൂടി. അതേപോലെ തന്നെ യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ കടന്നുകൂടി. ഇതിന്റെ അർത്ഥം എന്താ? ഇടക്കാലഘട്ടത്തിൽ ഈ കയ്യെഴുത്ത് രേഖകളിൽ എഴുതി ചേർക്കുക എന്നത് ഒരു തെറ്റായി തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നാണ്. അതാണ് അടിസ്ഥാനപരമായ വിഷയം. കാരണം അവർ ഇതിന് ഒരു ദൈവനിശ്വാസ്യത പൂർണ്ണമായി കൽപ്പിച്ചിരുന്നില്ല.
ഈ ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ദൈവനിശ്വാസ്യത കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും വിമർശിക്കപ്പെട്ട ദൈവിക വചനങ്ങളിൽ കടത്തിക്കൂട്ടാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കെ ആരും അത് എഴുതി ചേർക്കില്ലായിരുന്നു. ഇനി കേവലം ഇവിടെ പറഞ്ഞ പരിഭാഷകളുടെ പ്രശ്നമല്ലത്. ഈ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 9 മുതൽ 20 വരെയുള്ള വചനങ്ങളായിരുന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-8 അധ്യായങ്ങളിലുള്ള വചനങ്ങളായിരുന്നാലുമെല്ലാം പണ്ഡിതന്മാർ, ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഈ വചനങ്ങളുടെ ഭാഷയും ഈ സുവിശേഷത്തിലെ മറ്റു ഭാഗങ്ങളുടെ ഭാഷയും തമ്മിൽ സാരമായ അന്തരമുണ്ട്. മറ്റു ഭാഗങ്ങളിൽ എഴുതിയ ഒരാളല്ല ഈ ഭാഗം എഴുതിയത് എന്ന് ഉറപ്പാണ്. കാരണം ഭാഷകൾ തമ്മിൽ അടിസ്ഥാനപരമായ അന്തരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടതാണിത്. ഇത് ഞാൻ ഇതാ ബൈബിളെല്ലാം കടത്തിക്കൂട്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയല്ല പറയുന്നത്. മറിച്ച് ഇങ്ങനെ എഴുതി ചേർക്കുന്നത് ഒരു തെറ്റായി 14-ാം നൂറ്റാണ്ട് വരെ ആദ്യമായി പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ ഫോർ ദർ ആർ 3 ദാറ്റ് ബിയർ റെക്കോർഡ് ഇൻ ഹെവൻ, ദ ഫാദർ, ദ വേർഡ് ആൻഡ് ഹോളി ഗോസ്റ്റ്, ദീസ് 3 ആർ വൺ എന്നുള്ള വചനം ആദ്യമായി ഉപയോഗിച്ചത് മാർസിയോൺ എന്ന ഒരു ഹെററ്റിക്കാണ്. ബൈബിളിന്റെ വിശ്വാസത്തിൽ നിന്ന് പിഴച്ചുപോയി എന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുന്ന ഒരു ഹെററ്റിക്കാണ് ഇത്തരം ഒരു വചനം ആദ്യം ഉപയോഗിച്ചത്. എന്നിട്ട് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം യോഹന്നാന്റെ 1-ാം പുസ്തകമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മാർജിനിൽ അത് എഴുതുകയും പിന്നീട് 14-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് ഉള്ളിലേക്ക് കടന്നുകൂടുകയും ചെയ്തു എന്ന് എഴുതുന്നത് ഞാനല്ല. ബൈബിളിന്റെ ദൈവീ സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിന്റെ പിന്നെ ഒരു വിശദീകരണ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ള 14 വോള്യങ്ങളുള്ള ദ ഡെയിലി സ്റ്റഡി ബൈബിൾ എന്ന ബൃഹത്തായ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ള വില്യം ബാർക്ലി എന്ന് പറയുന്ന പണ്ഡിതനാണ്. വില്യം ബാർക്ലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 12-ാമത്തെ വോള്യത്തിൽ പറയുന്നുണ്ട് കാര്യം ഇതിങ്ങനെ കടന്നുകൂടിയതാണ് എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കടത്തിക്കൂട്ടുന്നത് ഒരു തെറ്റായി തന്നെ ഗണിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളൊരു അടിസ്ഥാന വസ്തുതയുടെ അടിസ്ഥാനത്തിലേ ഇത് മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നാണ്. 18-ാം നൂറ്റാണ്ടിൽ നടന്ന ടെൻഡ്രോസ് സുനഹദോസിന് ശേഷമാണ് ഇനിയൊന്നും അകത്തേക്കോ പുറത്തേക്കോ ഇല്ല എന്നുള്ള തീരുമാനമുണ്ടായത് എന്നുള്ളതാണ് വസ്തുത എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അടുത്തതായി ലേഡീസ് വിഭാഗത്തിലാണ്, പെട്ടെന്ന് ചോദിക്കണം. My name is Fazila. I am a housewife. My question is to Mr. K.S. Joseph. Sir, ബൈബിൾ നിങ്ങൾ എന്നെ പിതാവിനെ കാണുക എന്ന് യേശു പറഞ്ഞതായി പറഞ്ഞു. അപ്പോൾ ഈ ഇൻ ദ നെയിം ഓഫ് ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതിൽ ദ സൺ എന്നുള്ള പ്രസക്തി എന്താണ്? താങ്ക് യു സിസ്റ്റർ. ഈ ചോദ്യം ദൈവിക വ്യക്തിത്വത്തെ ബന്ധപ്പെടുത്തുന്ന, അതിനെ വിശദീകരിക്കേണ്ടതായ ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിന്റെ പുത്രത്വം എന്ന് പറയുന്നത് വളരെ നമ്മുടെ അനേക സ്നേഹിതന്മാരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പദമാണ്. കാരണം സർവശക്തനായ ദൈവം എങ്ങനെ മകനുണ്ടായി? ഒരു സ്ത്രീയിൽ നിന്ന് ദൈവത്തിന് മകനുണ്ടായോ? അത് ദൈവദൂഷണമാണ്. ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ഖുർആൻ പറയുന്നു, അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അത് ദൈവദൂഷണമാണ്. എന്നാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൽ പുത്രത്വമുണ്ടായിരുന്നു.